ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഇത് തുടക്കം മുതൽ കോൺഗ്രസും ഇവിടുത്തെ ഇടതുപക്ഷവും എടുക്കുന്ന നിലപാടാണ്. ഈ വഖഫ് ഒന്നാണ്, മുനമ്പം മറ്റൊന്നാണ്, രണ്ടും രണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും കാലം മുനമ്പം ജനതയെ പറ്റിക്കുന്ന ഒരു സമീപനമാണ് ഇടത് വലത് മുന്നണികൾ കൈക്കൊണ്ടത്. ഈ ഘട്ടത്തിൽ BJP വളരെ കൃത്യമായി KCBC എടുത്തിരിക്കുന്ന നിലപാടിനോട് ഒപ്പം നിൽക്കുകയും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എന്ത് നിലപാടെടുക്കുന്നു എന്നറിയാൻ നമുക്കൊക്കെ ഒരു അവകാശവുമുണ്ടല്ലോ. അപ്പോൾ കോൺഗ്രസിന്റെ നിലപാട് പുറത്തു വന്നിരിക്കുകയാണ്. മുൻ നിലപാടിൽ ഒരു മാറ്റവുമില്ല. അതായത് മുനമ്പത്തെ ജനങ്ങളെ കൈയൊഴിയുന്ന അതേ നിലപാട് തന്നെ കോൺഗ്രസ് പിന്തുടരും എന്നാണ് മനസ്സിലാക്കേണ്ടി വരുന്നത്. എങ്ങനെയാണ് കോൺഗ്രസിന്റെ ഈ നിലപാടിനെ സമകാലിക സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് നോക്കിക്കാണാൻ കഴിയുക? ഇവിടെ നമ്മൾ ഈ വിഷയം തുടങ്ങി അന്ന് മുതൽ പറഞ്ഞൊരു കാര്യമുണ്ട്. കോൺഗ്രസ് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും എടുക്കാൻ പോകുന്നില്ല എന്നുള്ളത്. അത് തന്നെയാണ് എനിക്കിവിടെ വീണ്ടും ആവർത്തിക്കാനുള്ളത്. കാരണം ഇവിടെ കോൺഗ്രസിന്റെ മുന്നിലുള്ള ഒരു വഴി എന്ന് പറയുന്നത് രണ്ട് വഴികളാണ്. ഒന്നുകിൽ ഈ ബില്ലിനെ അനുകൂലിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യുക. ഇത് ഞങ്ങളത് അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളുടെ സംരക്ഷകരായിട്ട് ചമയുന്ന രീതിയിൽ, വഖഫിന്റെ സംരക്ഷകരായിട്ട് ചമയുന്ന രീതിയിൽ നിലകൊള്ളുക എന്നുള്ളത്. ഈ ഒരു രണ്ടാമത്തെ രീതിയാണ് ഇവർക്ക് സാധിക്കുള്ളൂ. കാരണം എന്താണ്, ഈ വഖഫ് നിയമം ഉണ്ടാക്കിയത് മുതൽ ഇന്നിപ്പോൾ കാണുന്ന അവസ്ഥയിലേക്ക് ഇതിനെ കൊണ്ടെത്തിച്ചത് വരെ എല്ലാത്തിൻ്റെയും പൂർണ്ണമായ പങ്ക് അത് കോൺഗ്രസിന് തന്നെയാണ്. ഇന്നിപ്പോൾ ഇതിനെ പ്രതികൂലമായിട്ട് ഇതിന് നിൽക്കുക, ഇത് അമെൻമെന്റിന് സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺഗ്രസ് ഇത്ര നാളും എടുത്തു വന്ന ആ നിലപാടിനെ തിരുത്തുന്നതിന് തുല്യമാണ്. അല്ലെങ്കിൽ അത് തെറ്റുപറ്റിപ്പോയി അന്ന് 2014 നടത്തിയ ആ ഒരു അമെൻമെന്റ് അത് വേണ്ടാത്തതായിരുന്നു എന്ന് പറയുന്നതിന് തുല്യമാണ്. കാരണം ഇവരാണ് അന്ന് ഈ സാധനമൊക്കെ വെച്ച് കൊടുത്ത് ഇത് ഫിറ്റ് ചെയ്ത് ഇതുപോലെ ഒരു ഭീകര സത്വമാക്കി ഇതിനെ മാറ്റിയത്. അപ്പം ഇനിയിപ്പം അമെൻമെന്റിലൂടെ ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അവർക്ക് മുന്നേ ചെയ്തത് തിരുത്തുന്നതിന് തുല്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഏതായാലും ചെയ്യാൻ പോകുന്നില്ല. അത് സാമാന്യ ബുദ്ധിയിൽ നമുക്ക് ആലോചിച്ചാൽ പിടികിട്ടുന്ന കാര്യമുള്ളൂ. ഇനി ഇത് ചെയ്യാതെ മാറി നിൽക്കുമ്പോൾ രണ്ട് ഗുണമുണ്ട്. നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് ഗുണം എന്ന് പറഞ്ഞ മാതിരി രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് ഞങ്ങളിപ്പോഴും ചെയ്തതിൽ തെറ്റില്ല എന്ന് മാത്രം പറയുന്നു എന്നുള്ളത് മാത്രമല്ല, അതോടൊപ്പം ഈ നിയമത്തിന്റെ സംരക്ഷകർ അത് നമ്മൾ മാത്രമാണ്. ഞങ്ങൾക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും ഇതിനെ കൊന്നു കുഴിച്ചു വീണാൻ വേണ്ടി നടക്കുന്ന ആളുകളാണ്, പ്രത്യേകിച്ച് BJP എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കാൻ BJPക്ക് ഇവിടെ കോൺഗ്രസിനാകുന്നു. ഇതാണ് സംഭവിക്കുന്നത്. ഇനി മൂന്നാമതൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഇന്നിപ്പോൾ ഒന്നും ചെയ്തില്ല, ഇതിന് എതിർത്തും വോട്ട് ചെയ്യുന്നില്ല, ഇതിനെ അനുകൂലിച്ചും വോട്ട് ചെയ്യുന്നില്ല, ഇലക്ഷനിൽ വിട്ടു നിൽക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോഴും ഇതിനകത്ത് കോൺഗ്രസിന് തന്നെയാണ് ഗുണം. കാരണം എന്താണ്, എന്തായാലും ഈ സാധനത്തിൽ അമെൻമെന്റ് വരും. അത് അവിടെ BJP അവിടെ കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ച കാര്യമാണ്. ഇവർ വോട്ട് ചെയ്താലും ചെയ്തില്ലെങ്കിൽ അവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. അപ്പൊ പിന്നെ ഇനി ഇതിനകത്ത് അനുകൂലിച്ച് വോട്ട് ചെയ്താൽ അതിന്റെ ബുദ്ധിമുട്ട് വേറെ, ഇതിനെ പ്രതികൂലിച്ച് വോട്ട് ചെയ്താൽ അതിന്റെ ബുദ്ധിമുട്ട് വേറെ. ഇത് രണ്ടും വേണ്ട, നമ്മൾ വിട്ടുനിന്നു, നമ്മൾ ബിരിയാണി കഴിക്കാൻ പോകുന്നു എന്ന രീതിയിലേക്ക് മാറി. പണ്ട് നമ്മളെ കുഞ്ഞാലിക്കുട്ടി ഒരു നിർണായകമായ ഒരു ഘട്ടത്തിൽ ഇതേപോലെ ഒരു കല്യാണം കൂടാൻ വേണ്ടി പോയ മാതിരി പാർലമെന്റിൽ ചർച്ചയ്ക്കെടുത്ത സമയത്ത് അതെ എന്ന് പറഞ്ഞ മാതിരി ഇതിനകത്ത് ഇപ്പൊ വിട്ടു നിന്നാലും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പൊ ഇത് സത്യത്തിൽ ഇവിടെ നൽകുന്ന സൂചന എന്ന് പറയുന്നത്, നമ്മളിവിടെ നിന്നും ജയിപ്പിച്ചു വിടുന്ന MP-മാരായിട്ടുള്ള ആളുകൾ സത്യത്തിൽ അവർക്ക് ജനങ്ങളോട് ഉള്ള പ്രതിബദ്ധത എന്ന് പറയുന്നത് 0 എന്ന് മാത്രമല്ല, അത് -ആണെന്നുമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അവർക്കൊരു വിഷയത്തിൽ വിഷയാധിഷ്ഠിതമായിട്ട് ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. ചില അപവാദങ്ങൾ നമുക്ക് അതിനകത്ത് ചൂണ്ടിക്കാണി. ഇപ്പൊ ശശി തരൂർ പല അവസരങ്ങളിലും മുന്നേ പറഞ്ഞത് തെറ്റിപ്പോയി, ഇപ്പോഴാണ് അത് കുറച്ചുകൂടി ക്ലിയർ ആവുന്നത്. ഇപ്പൊ ഈ അടുത്ത ദിവസം മോദി പണ്ട് പറഞ്ഞത് ഞാൻ എതിർത്ത ആളാണ്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് എടുത്ത നിലപാട് ശരിയാണ്. ഇന്ന് ഉക്രൈൻ-റഷ്യ വാറിനെ കുറിച്ചൊക്കെ ഈ അടുത്തൊരു ദിവസം ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. അതുപോലെ പല രീതിയിലും ഇപ്പൊ ഹമാസ്-ഇസ്രായേൽ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഇപ്പോഴും അത് വീണ്ടും ശരിയായിട്ട് വരുന്നത് നമുക്ക് കാണുന്നു. ആളത് എടുത്തു പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള ചില ആളുകൾ അല്ലെങ്കിൽ ഒരാൾ ഒരു വ്യത്യാസമായിട്ട് നിൽക്കുന്നതിനപ്പുറത്തേക്ക് ഒരു പോളിസി ബേസ്ഡ് പൊളിറ്റിക്സ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഫാക്ട് ബേസ്ഡ് പൊളിറ്റിക്സ് എന്നുള്ള രീതിയിൽ ഈ പൊളിറ്റിക്സിനെ കാണാൻ അതിനുള്ള ആ ഒരു മെച്യൂരിറ്റി ഒന്നും കോൺഗ്രസ്സുകാർക്കില്ല, നിലവിലേതായാലും ഇല്ല എന്നുള്ളതാണ്. ബാക്കിയുള്ളവർക്ക് അത് ഉണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം. ബാക്കിയുള്ള ആളുകൾ അത് മാതിരി ചെയ്യുന്ന സമയത്ത് അത് മനസ്സിലാക്കിയിട്ട് നിൽക്കുന്ന പോലും നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇത് ഇനി കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായിരുന്ന ആളുകൾക്ക് ഇതിനൊക്കെ ഉള്ള സാധ്യത പണ്ടുണ്ടായിരുന്നു. ചെയ്തിട്ടുള്ള ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഇന്ദിരാഗാന്ധി ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാജ്പേയി അയച്ച ഒരു കഥയൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു പാരമ്പര്യം നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് ഉണ്ടായിരുന്നു. ആദ്യത്തെ ഭരണഘടന നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ കോൺഗ്രസ്സുകാരെ മാത്രം കൂട്ടുകയോ അല്ലെങ്കിൽ BJPക്കാരെ മാത്രം കൂട്ടുക അങ്ങനെയൊന്നും അല്ലല്ലോ അന്ന് ചെയ്തിട്ടുള്ളത്. അന്നുണ്ടായിരുന്ന രാഷ്ട്രീയക്കാരിൽ ഏറ്റവും മികച്ച ആളുകളാണെന്ന് തോന്നുന്ന ആളുകളെ
എടുത്ത് ഒരുമിച്ച് കൂട്ടിക്കൊണ്ടാണല്ലോ ആദ്യത്തെ ഒരു സംഘടന, ആ ഒരു ഭരണ സംഘടന നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത്, അല്ലെങ്കിൽ ആ ഭരണത്തിന് തുടക്കമിടുന്നത് എന്ന് പറഞ്ഞ രീതിയിലൊരു രീതി ഇവിടെ ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ ഒരു എന്താ പറയുക, പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു രാഷ്ട്രീയത്തിൽ. പക്ഷെ ഇന്ന് അത് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് വെറും രാഷ്ട്രീയ ഒരു തൊഴിലാളികൾ മാത്രമായിട്ട് മാറിയിരിക്കുന്നു. എല്ലാവരും അങ്ങനെ മാറിയിരിക്കുന്നു. അതിലിപ്പോൾ കോൺഗ്രസിന്റെ റോളാണ് നമ്മളിവിടെ കണ്ട് ചിരിക്കേണ്ടി വരുന്നത്. ഇത് തിരിച്ചായിരുന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളും ചിരിക്കുന്ന അവസ്ഥ നമുക്ക് ഇവിടെ ഉണ്ടാകുന്നത് കാണാൻ പറ്റുമായിരുന്നു. എന്തായാലും ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് പുതുമയുള്ള കാര്യമൊന്നുമില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. കോൺഗ്രസിന്റെ നിലനിൽപ്പാണ് അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി, അല്ലാതെ പോളിസികളൊന്നുമല്ല. ഈ ബില്ല് വരുമോ വരാതിരിക്കുകയോ അതിൽ അവരുടെ ഭാഗം വ്യക്തമാവുകയോ ആവാതിരിക്കുകയോ ഇതൊന്നും അവരുടെ വിഷയമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നില്ല. അവരുടെ സംബന്ധിച്ച് അവരുടെ പ്രശ്നം അവരുടെ നിലനിൽപ്പ് മാത്രമാണ്. അതിനിപ്പോൾ തൽക്കാലം ഇതിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ് ചിലപ്പോൾ അവർ ഒരു മിക്കവാറും ചെയ്യാൻ സാധ്യതയുള്ള കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അതായത് മുനമ്പം എന്ന് പറയുന്ന ആ ചെറിയ ഭൂപ്രദേശത്തെയും അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെയും അങ്ങനെ കണ്ടില്ലെന്ന് നടിച്ചാൽ വലിയ രാഷ്ട്രീയ നേട്ടങ്ങൾ അപ്പുറത്ത് ഉണ്ടാകുമെന്ന് കോൺഗ്രസ് ഒരു മിഥ്യാധാരണ വച്ചു പുലർത്തുകയാണ്.